ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കുന്നത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പാസ്തയാണ്. അതിനായി ഞാൻ പാസ്ത വേവിക്കാനായി കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2 സ്പൂണോളം ഓയിൽ, ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ പാസ്ത വേണ്ടത് അത്ര പാസ്ത, ഞാനിപ്പോൾ 250 ഗ്രാമാണ് എടുത്തത്. ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം. ഞാൻ വീറ്റ് പാസ്തയാണ് എടുത്തത്. അതിട്ട് 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്ത് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ പാസ്ത നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകും. എന്നിട്ടത് അരിച്ച് മാറ്റി വെക്കാം. അരിച്ച് മാറ്റി വെക്കുന്ന സമയത്ത് ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം എടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം ഞാനൊരു ചെറിയൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് എന്നിട്ടൊരു അര മുറി ഉള്ളി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വഴറ്റി മാറ്റി വെക്കാം. ഈ സമയത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് വഴറ്റാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാണ്ടുന്നത്. എന്നിട്ട് ഞാൻ പാസ്ത ആക്കേണ്ട പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് അതൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം 7-8 ഇല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത്, വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് 3 സ്പൂണ് മൈദയാണ് ഇടുന്നത്. 3 സ്പൂണ് മൈദ ഇട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. മൈദയും ബട്ടറെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ഗ്ലാസ് പാലാണ് ഞാൻ മൊത്തത്തിലെടുത്തത്. 1.5 ഗ്ലാസ് പാല് ഒറ്റയടിക്ക് ഒഴിക്കാണ്ട് കുറച്ചായിട്ട് ഒഴിക്കുക. ഈ സമയത്ത് തന്നെ കട്ട പിടിച്ച മൈദയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോവും. 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വൈറ്റ് സോസ് റെഡിയാവും. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 സ്പൂണോളം ഒറിഗാനോ ആണ് ഇടുന്നത്. 1/4 സ്പൂണോളം ഒറിഗാനോ, അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലെക്സ്, ഇത് രണ്ടും ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്തേക്കാം. അത് രണ്ടും ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ വേവിച്ച് മാറ്റി വെച്ച പാസ്തയും അതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് സോസ് കട്ടയായതുകൊണ്ട് തന്നെ ഞാൻ പാസ്ത വേവിക്കുമ്പോൾ 1/4 ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടേനും അതും ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്ത് സോസും പാസ്ത എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടി ഇട്ട് എന്നിട്ട് ഞാൻ വഴറ്റി മാറ്റി വെച്ച ഉള്ളിയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി സെറ്റായി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ചീസ് സ്ലൈസാണ് ഇടുന്നത്. അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഓപ്ഷണൽ മാത്രമാണ്. ഉണ്ടെങ്കിൽ സ്ലൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക, അതായത് സ്ലൈസെല്ലാം ഒന്ന് മെൽട്ടായി വരുന്നത് വരെ. എന്നിട്ട് അതൊന്ന് തുറന്ന് സ്ലൈസെല്ലാം ഒന്ന് ഇളക്കി ചീസോ പാസ്ത എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള പാസ്തയാണ്. മക്കൾക്കെല്ലാം പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. താങ്ക് യു.